ഹലോ ഗായ്സ്, വെൽക്കം ടു മിലു ബേബീസ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയിക്കുകയാണ് കേട്ടോ. അപ്പോൾ മിലൂസിക്കും റെഡി ആയിട്ടുണ്ട്. ഞാൻ റെഡി ആവാൻ വേണ്ടിയിട്ട് ചെക്കൻ്റെ അടുത്ത് പോയിട്ട് ചെക്കൻ്റെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ അവിടെ നിന്ന് നേരെ കല്യാണ മണ്ഡപം എത്തിയിട്ടാണ്. കല്യാണ മണ്ഡപം ഏതാണെന്ന് മനസ്സിലാവാണ്ട് കുറേ നേരം പുറത്തൊക്കെ നിന്ന് ചെക്കന്മാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും ഫോണൊന്നും എടുത്തില്ല. പിന്നെ ഇതാ അവിടെ എത്തി ഞങ്ങൾ നേരെ പെണ്ണിൻ്റെ അടുത്തേക്ക് പോയി ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം മിലൂസ് ഇതാ അവിടെ കുറച്ച് കുട്ടികളൊക്കെ ആയി സെറ്റ് ആയിരുന്നിട്ട് ഇതാ ഒറ്റയ്ക്ക് വന്ന് ചെയറിൻ്റെ അവിടെ വന്ന് നിൽക്കണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അവിടുത്തെ ഫോട്ടോയും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ നോക്കണ്ടായിരുന്നു. കുറേ പേര് യൂട്യൂബിൽ നിന്ന് കുട്ടീനെ കണ്ടിട്ട് മനസ്സിലായിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടാണ്. ചെറിയ കുട്ടികളൊക്കെ എന്നോട് എൻ്റെ അടുത്ത് ഇൻസ്റ്റയിലുണ്ടോ ചോദിച്ചു. പക്ഷേ മിലൂസിനെയാണ് എല്ലാവരും അറിയണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിലു ബേബി എന്താ യൂട്യൂബ് ചാനലിൻ്റെ പേര് എന്നൊക്കെ ചോദിച്ച് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പോയി ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിലൂസിന് സ്റ്റേജിലൊക്കെ കയറ്റി വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് വന്നു. കാരണം അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് അറിയുന്നവർ. അപ്പോൾ ഇനി അതാ മിലൂസ് നല്ല ഉറക്കമാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് ദിവസം മുന്നുള്ള വീഡിയോ ആണ്. ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കുറേ ദിവസം മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കണം. പിക്കും മിലൂസും കൂടെ പോവുകയാണ് കേട്ടോ പുറത്തേക്ക്. ഞാൻ മുമ്പത്തേക്ക് വീഡിയോ എടുക്കുകയാണ്. ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ട് ഞാനും കയറിപ്പോയിട്ട് പിന്നെയാണ് പോണ വഴിയിൽ ഒരു ആന കണ്ടത്. അപ്പോൾ ആനൻ്റെ ബാക്കൊക്കെ ആയിരുന്നു ഫസ്റ്റ് വീഡിയോ എടുത്തത്. പിന്നെ ഇതാ നല്ല ഫ്രണ്ടിലേക്ക് വന്ന് ഇതാ ആന അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മിലൂസ് നല്ല ഇഷ്ടമുണ്ട്. അപ്പോൾ മിലൂസ് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആന കൊണ്ട് കത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. വെറുതെ എവിടേക്കെങ്കിലും പോകാൻ പറഞ്ഞിട്ട് കുറേ ദിവസമായി പുറത്തേക്കൊക്കെ പോയിട്ട്. അപ്പോൾ ഞങ്ങളിതാ വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നൂറിനി ആ ഭാഗമാണ് തോന്നുന്നത്. അപ്പോൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അവിടെ കുറേ അക്കോറിയൊക്കെ ഉണ്ട് കേട്ടോ. കുറേ മീനുകൾ നല്ല രസമുണ്ട്. അപ്പോൾ മിലൂസിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ മിലൂസ് അതിനെയൊക്കെ പിടിച്ച് വലിക്കും എന്നൊക്കെ നോക്കുകയൊക്കെ ആയിരുന്നു. തല്ലുകയൊക്കെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ കുറേ കിളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നു. കിളികൾ പറഞ്ഞാൽ പക്ഷി പറഞ്ഞാൽ കിളിയുണ്ടല്ലേ, പ്രാവുകൾ, തത്തമ്മകളൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. തത്തമ്മ, പ്രാവ്, ലവ് ബേർഡ്സൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ മിലൂസിനെ അതിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളത് കൈയൊക്കെ ഇട്ടിട്ട് അത് കൊത്തുണ്ടായിരുന്നു. കുറേ അവളെ പേടിച്ചിട്ട് കുറേ അതുകൾ പോയി. പിന്നെ വന്ന് കൊത്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം മിലൂസിനേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ഇതാ വൈകുന്നേരമൊക്കെ ആയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു തട്ടുകടയിൽ കയറിയിട്ട് ഞങ്ങൾ കപ്പയും ബീഫും വാങ്ങിയിട്ടാണ്. നല്ല എരിവുണ്ടായിരുന്നു. അവർ മറ്റേ വറമുളകും മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് അങ്ങനെ എന്തൊക്കെയൊക്കെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇതാ മിലൂസ് അത് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടി കുറച്ച് ഞങ്ങൾ പുഴുങ്ങിയത് മാത്രമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കപ്പ. പക്ഷെ അവളത് തിന്നില്ല. ഇത് തിന്നുകൊണ്ടിരിക്കേണ്ടത് നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ ബലൂണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ബലൂൺ പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പോയി വണ്ടിയിൽ നിന്ന് തന്നെ. അപ്പോൾ ഞാൻ ബലൂണൊക്കെ വാങ്ങിയിട്ട് വന്നാണ്.